വാഴക്കൊടപ്പൻ. നിങ്ങളിത് കറി വെക്കുവോ? ഈ വാഴേൻ്റെ സംഭവം വെക്കുവോ? ഞങ്ങൾ അവിടെ ഡൽഹിയിലൊക്കെ ഇത് വിൽക്കുന്നതാണ്. ഇതിങ്ങനെ വിൽക്കാൻ വെക്കും ആൾക്കാർ. ഞങ്ങൾ മേടിക്കാറില്ല. നിങ്ങൾ തുപ്പേരി വെക്കും അല്ലേ? അതെന്താ പൊളിച്ച് 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 കളഞ്ഞിട്ട് അതെ അതെ പറയുന്നുണ്ടായിരുന്നു പപ്പ തന്നിട്ട്. ആരെ കൊണ്ട് പറ്റും അതിൻ്റെ മുകളിൽ കയറി വെട്ടാൻ? ഇതൊക്കെ കെട്ടാനും ഒരാൾ വേണം. വാഴയൊക്കെ കെട്ടാനും ആളെ വേണം. കെട്ടൂലേ? ഇല്ലേ? അല്ലെങ്കിൽ വല്ല കാറ്റും വന്നിട്ടുണ്ടെങ്കിലേ പോയില്ലേ? കാരണം എല്ലാം നോക്കി. ആ അതെ അതെ അതെ. ഇതൊക്കെ നോക്കി ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടല്ലേ? ഇത് മാത്രം ഒന്ന് നേരെ ഇപ്പുണ്ട് അല്ലേ? ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടാനീസ് വ്ലോഗ് വൺസ് അഗെയിൻ. ഇന്ന് ഞാൻ കിച്ചണിൽ നിന്നല്ല കേട്ടോ നിങ്ങൾക്ക് വെൽക്കം പറയുന്നത്. പിന്നെ ഫോൺ താഴ്ചെടുപ്പിന് ഞാൻ വിചാരിച്ചിന്ന് രാവിലെ തന്നെ നമുക്ക് ഗാർഡനിൽ വെച്ചിട്ട് ഗുഡ് മോർണിംഗ് പറയാമെന്ന്. ഇന്നലെ ഇവിടെ പെരും മഴയായിരുന്നേ. പെരുമഴ വെച്ചാൽ പെരുമഴ, ഭയങ്കര പെരുമഴ. എന്നിട്ട് ഇതേ എല്ലാം നനഞ്ഞ് കുടിഞ്ഞ് കിടപ്പുണ്ട്. ഇപ്പോൾ ചെടികളും എല്ലാം നനഞ്ഞ് നിറച്ചും വെള്ളം. എന്തുണ്ടാക്കി എല്ലാവരും ഇന്ന്? ഞാനിന്ന് നിങ്ങളെ ഒരു കുക്കിംഗ് വ്ലോഗും കാണിക്കുന്നില്ല. ഞാൻ രാവിലെ എണീച്ചിട്ട് എല്ലാം ഉണ്ടാക്കി. അതായത് ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ കടലക്കറി ഉണ്ടാക്കി, പയറുപ്പേരി ഉണ്ടാക്കി, ചോറുണ്ടാക്കി. ഇനി ഉച്ചത്തേക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാ ദിവസവും കിച്ചണിലിരുന്ന് ബോറടിപ്പിച്ച കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മഴയൊക്കെ പെയ്തു, അപ്പോൾ കുറച്ച് നേരം മുറ്റത്തൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണിത്. വെള്ളം കാണിച്ചു തരാവേ. കണ്ടോ, ഫുള്ള് മഴ പെയ്ത് എൻ്റെ എല്ലാവരും നനഞ്ഞിരിക്കുക. എൻ്റെ ആപ്പിൾ ചാമ്പ കണ്ടോ, ഇത് നിറച്ചും വെള്ളവാ, നിറച്ചും വെള്ളം. ശരിക്കും മഴയൊക്കെ ഇഷ്ടമാണേ, പക്ഷെ മഴ പെയ്തിട്ട് നമ്മളിങ്ങനെ നനഞ്ഞു കുളിഞ്ഞിരിക്കുമ്പോൾ ഒരു സുഖമില്ല അല്ലേ? അതൊരു സുഖമില്ല അല്ലേ? എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓവർ മഴയായ പോലെ. ഈ നവംബറിലും മഴ, ഡിസംബറിലും മഴ, ഇയർ ഫുള്ള് മഴ. അത് ഇത്തിരി കഷ്ടമുള്ള പരിപാടിയാണ്. വല്ലപ്പോഴും ഒക്കെ ഒരു മഴ പെയ്യുമ്പോൾ മഴക്കാലത്തിൻ്റെ ഒരു ഇത് എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ വെയിൽ വരണം അല്ലേ? എന്നാലേ നമുക്ക് ഇഷ്ടമുള്ളൂ. ഇത് വെയിൽ ഒന്ന് എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്ത മഴ. വെരി ബോറിങ്. പക്ഷേ ചെടികൾക്ക് സന്തോഷമായിട്ടുണ്ടാവും. കാരണം ഒത്തിരി വെയിലല്ലായിരുന്നോ? അപ്പോൾ ഇവരൊക്കെ ഒന്ന് എന്താ പറയുക, ദാഹിച്ചു പോയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇനി ഒരു ഉഷാറുണ്ടാകും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ചെടിയൊന്നും കാണാൻ ഭംഗി ഉണ്ടാവില്ല അല്ലേ? മഴക്കാലം കഴിഞ്ഞാൽ വെയിൽ വരുമ്പോഴാണ് ആക്ച്വലി ചെടികളെ കാണാനൊക്കെ ഒരു ഭംഗി. എൻ്റെ കുഞ്ഞു അവിടേക്ക് വിളിക്കുന്നുണ്ട് എന്നെ, ഞാൻ അങ്ങോട്ട് ചെല്ലാനാന്ന് വിചാരിച്ചിട്ട്. നമ്മൾ വെള്ളം നനച്ചു കൊടുത്തിട്ട് ചെടി നനയില്ലേ, അന്നേരം ചെടികൾക്ക് പൂവുകൾ ഉണ്ടാവില്ലേ? അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ചെടി കാണാൻ നല്ലൊരു ഭംഗി. അല്ലെങ്കിൽ ഇതുങ്ങൾ മൊത്തം കാറ്റും അടിച്ച് നനഞ്ഞ് വളഞ്ഞ്, ഇതാ എൻ്റെ ചാമ്പയൊക്കെ മുകളിലത്തെ കൂമ്പൊക്കെ ഒടിഞ്ഞു പോയി. ഇതാ വേണ്ട, ഒടിഞ്ഞിരിക്കുന്നു, പാവം വളഞ്ഞിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഓണല്ലേ? ഓക്കെ, വീഡിയോ ഓണല്ലാന്ന് വിചാരിച്ചു, ഓണായിരുന്നു. വേറെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും ഇരിക്കുക കേട്ടോ. ഒന്നിനെ കുറിച്ച് ഓർത്തും വിഷമിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കാതെ എല്ലാം ഈസി കം ഈസി ഗോ വേയിലെടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അതാണ് എൻ്റെ ഒരു പോളിസി. നിങ്ങളും അതുപോലെ ഇരിക്കുക. നമ്മുടെയൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ ഇല്ലയെന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാവരുടെ ലൈഫിലും പ്രശ്നമുണ്ട്. പുറമേ കാണുന്നതല്ലല്ലോ ജീവിതം. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും അധികം ഓവറായി നമ്മൾ ചിന്തിച്ചെടുക്കാണ്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുക. ബാക്കിയുള്ളവർ നമുക്ക് സന്തോഷം തരണമെന്ന് ചിന്തിക്കാതെ നമ്മുടെ സന്തോഷം നമ്മളുടെ കയ്യിലാണെന്ന് വിചാരിച്ച് അങ്ങ് നടക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഭയങ്കര ദുഃഖാവധിയൊന്നും അല്ല കേട്ടോ ഞാൻ. സ്റ്റിൽ ചുമ്മാ അത് നോക്കിയടാ, എന്താ രസം നോക്കിയൊരു മൂട്ട്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ചിട്ട് എല്ലാ പണിയും തീർത്തു. എനിക്കിന്ന് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്.
അതുകൊണ്ട് ഡാലിയൊക്കെ ഉണങ്ങിപ്പോയി, ഇതിനി വെട്ടി കളയണം. അതുകൊണ്ട് ഞാനിന്ന് കുക്കിംഗ് വ്ളോഗൊന്നും കാണിച്ചില്ല. ഞാൻ 5:30ക്ക് എണിച്ച് എല്ലാം തീർത്ത് നല്ല മിടുക്കിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചു വ്ളോഗ് എടുക്കാന്ന്, എന്തായാലും വ്ളോഗ് എടുക്കാന്ന്. ഇതാണ് എൻ്റെ ചെത്തിയൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ടേ. എല്ലാ ദിവസവും തന്നെ നിങ്ങളെ കാണിക്കുകയല്ലേ, ഇതൊരു ബോറിംഗ് അല്ലേ? ഓക്കെ, എന്നാൽ ഇന്നത്തെ ഒരു കൃഷിയും കൂടെ കാണിച്ചു തരാം. എല്ലാ ദിവസവും എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണിച്ചു തന്ന ഒരു സന്തോഷമല്ലേ. അപ്പം ഇന്നത്തെ പച്ചക്കറിത്തോട്ടത്തിലെ എൻ്റെ ഇന്നത്തെ മെയിൻ സാധനം കാണിച്ചു തരാം. 2 ഗമണ്ടൻ പപ്പായ കിട്ടിയിട്ടുണ്ട്. ഇത് പഴുത്തു. നമ്മളിതിപ്പോൾ പറിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഇതിനെന്തൊരു ഷേപ്പ്ലെസ് പപ്പായ ആയിപ്പോയി. ഇത് നമ്മളിപ്പോൾ പറിച്ചില്ലെങ്കിൽ കിളികളൊക്കെ തിന്ന് തീർക്കും, നമുക്ക് തരില്ല. ഇവർക്ക് ഭയങ്കര അവകാശമാണ്, ഇവരുടെ ആണല്ലോ എന്നുള്ളത്. തോട്ടമൊക്കെ ഇവരുടെയാന്നുള്ള പോലെ അവരുടെയും കൂടി ആണല്ലോ. അപ്പം ഞങ്ങൾ ചിലതൊക്കെ ഒരെണ്ണമൊക്കെ ഇങ്ങനെ വലുതല്ലേ, അപ്പോൾ ഒരെണ്ണമൊക്കെ ഇവർക്ക് കൊത്തി നശിപ്പിക്കാൻ കൊടുക്കുക. പിന്നെ നമുക്ക് കൊതി ഉണ്ടാവുമല്ലോ, അപ്പം ഞാൻ പറിച്ചെടുക്കും. കുഴച്ചിട്ട് നമ്മൾ വെക്കണം കുറച്ച് നേരം, എന്നിട്ട് പരത്തുമ്പോഴാണ് ഇപ്പോൾ സ്റ്റൈൽ. ഇപ്പൊ 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ കണ്ടിരുന്നത്. 1/2 മണിക്കൂർ 1 മണിക്കൂർ വെച്ചു. രണ്ടുപേര് സ്കൂൾ വിട്ട് വരുന്നുണ്ടേ, നമുക്ക് അവരെ പേടിപ്പിക്കാം. പേടിച്ചില്ലേ? എന്റെ അപ്പു എന്റെ അമ്മേനോട് മിണ്ടില്ല. എന്തിനാ? എന്താണ് പറയുന്നില്ല. എന്ത് കാണിച്ചു കൊടുത്തു? ഇതോ മുറിവോ? കൊച്ചിന്റെ മുറിവ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അല്ല, ഗേൾസ് എന്താ ബാഡ്? വാഴക്കൊടപ്പൻ, നിങ്ങളിത് കറി വെക്കുവോ? ഈ വാഴേന്റെ സംഭവം വെക്കുവോ? ഞങ്ങളെ അവിടെ ഡൽഹിയിലൊക്കെ ഇത് വിൽക്കുന്നതാണ്. ഇതിങ്ങനെ വിൽക്കാൻ വെക്കും ആൾക്കാർ. ഞങ്ങൾ മേടിക്കാറില്ല. നിങ്ങൾ തുപ്പേരി വെക്കും അല്ലേ? അതെന്താ പൊളിച്ച് 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 കളഞ്ഞിട്ട്? അതെ അതെ, പറയുന്നുണ്ടായിരുന്നു പപ്പ എന്നിട്ട്. ആരെ കൊണ്ട് പറ്റും അതിന്റെ മുകളിൽ കയറി വെട്ടാൻ? ഇതൊക്കെ കെട്ടാനും ഒരാൾ വേണം. വാഴയൊക്കെ കെട്ടാനും ആളെ വേണം. കെട്ടൂലേ? ഇല്ലേ? അല്ലെങ്കിൽ വല്ല കാറ്റും വന്നിട്ടുണ്ടെങ്കിലേ പോയില്ലേ? കാരണം എല്ലാം നോക്കി. അതെ അതെ അതെ, ഇതൊക്കെ നോക്കി ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടല്ലേ. ഇത് മാത്രം ഇത് നേരെപ്പുണ്ട് അല്ലേ? സമയത്തിലായി 3:20. 3:20 ഇന്ന് വരുവോ? ആണോ? എപ്പോഴാ വരുന്നേ? അപ്പൊ പിടിച്ചു വെക്കുവോ മക്കള്? അവിടെ ആരും ഇല്ലല്ലോ അല്ലേ? അപ്പൊ എത്ര മണിക്കൂർ വരും? 2.5 ദിവസം ഉണ്ടാവും. അതെന്താ അങ്ങനെ 2.5 ദിവസത്തിന്റെ കണക്ക്? കാരാപ്പുഴന്ന്. ഓക്കെ. വെള്ളം വെറുതെ പാഴാക്കുന്നതും കൊണ്ടായിരിക്കും 2.5 ദിവസത്തേക്ക് അല്ലേ? നമുക്ക് പക്ഷെ വെള്ളത്തിന് ക്ഷാമൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഇവിടെ നിറച്ചും മഴയല്ലേ അല്ലേ? വെള്ളം വിഷ്കേണ്ട ആവശ്യമുണ്ടോ? മഴയാ കൂടുതൽ ഇപ്പൊ. ഈ നവംബറിലും മഴയാ. ഇന്നലെ മഴ പെയ്തില്ലേ? ഇന്നലെ മഴ പെയ്തു. മുറ്റം മൊത്തം നനഞ്ഞു. അതെ, മുറ്റമൊക്കെ നനഞ്ഞു അല്ലേ?
അവോക്കാഡോൻ്റെ ചെടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. അവോക്കാഡോ ഇപ്പോൾ അവോക്കാഡോ ഇല്ലല്ലോ, മറ്റേ ബട്ടർ ഫ്രൂട്ട് ഇല്ലേ, വെണ്ണപ്പഴം. അതിങ്ങനെ ആയിരുന്നു. അതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഇവിടെ ഉണ്ട്. അത് അവോക്കാഡോൻ്റെ ഇല്ല. ഇപ്പം അതിൻ്റെ സീസൺ അല്ലല്ലോ, കഴിഞ്ഞില്ലേ, പറിച്ചു കഴിഞ്ഞു. അവോക്കാഡോ അല്ലേ ഇത്? അല്ലേ? അവിടെ ഉണ്ട് ഞങ്ങൾക്ക് താഴെ. ആണ്, നിങ്ങൾ കഴിക്കുമോ? എനിക്കും ഇഷ്ടമല്ല, പക്ഷെ കഴിക്കണത് ഭയങ്കര സംഭവം എന്നാ പറയാ. ഞാൻ കഴിക്കും. അതിനെങ്ങനെ അറിയോ, നമ്മളതിനെ ചിലവർ പാലിലൊക്കെ ഒഴിച്ച് കുടിക്കത്തില്ലേ, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിയിലയില്ലേ അതും കൂടെ കട്ട് ചെയ്ത് അതിലിട്ടിട്ട് ഈ സാധനം ഇട്ട് ഇളക്കി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കഴിക്കണം. കുറച്ച് നല്ല പച്ചമുളകൊക്കെ, നല്ല എരിവുള്ള പച്ചമുളക്. അപ്പം നിങ്ങളിങ്ങനെ അതിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ അതിനൊരു എന്തോ ഒരു ആദ്യ ടേസ്റ്റ് അല്ലേ. പക്ഷെ അതിന് ഭയങ്കര വിലയാ. ഇവിടെയല്ല, നമ്മുടെ നാട്ടിൽ വിലയില്ല. അവിടെ അമ്പലവയൽക്കാർ വന്ന് കൊണ്ടുപോകണ്ട. ഇവിടെ എല്ലാം വൈത്തിരി വലിയ മരം. അതെ അതെ, ഭയങ്കര പൈസ അവിടെ. ഒരെണ്ണത്തിന് 300 രൂപയ്ക്ക് ബാംഗ്ലൂരിൽ. ഒരെണ്ണത്തിന് 1 കിലോ ഒക്കെ ഉണ്ടാവില്ലേ, വലുത്. ഞാൻ ഇന്നാൾ പോയപ്പോൾ എൻ്റെ ഫ്രണ്ടിന് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ചൊക്കെ. അവിടെ ഭയങ്കര പൈസയാണ്. അവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ഇതൊക്കെയാണ് കഴിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിവിടെ ദോശ ഇഡലിയൊക്കെ കഴിക്കില്ലേ, അവരതൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. വെള്ളക്കഞ്ഞെങ്കിലും കിട്ടിയാ മതിയെന്നില്ലേ? അതെ അതെ, അവിടെ അവർക്കൊക്കെ അങ്ങനെയാ. അവര് ഇല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആക്കിയിട്ട് ഇവരിത് ബ്രെഡിന്റെ ഉള്ളിൽ തേച്ചിട്ട് ബ്രെഡ് ടോസ്റ്ററിൽ വെച്ചിട്ട് അതെടുത്തിട്ട് കഴിക്കും. ബ്രെഡ് ഇങ്ങനെ ഒരു ബ്രെഡ് ടോസ്റ്റർ ഇല്ലേ, മറ്റേ പൊരിക്കുന്നേ, ആ മെഷീൻ്റെ അകത്തോട്ട് ഇതിങ്ങനെ വെക്കും. എന്നിട്ട് അത് ബ്രെഡ് വേവുമല്ലോ, അപ്പോൾ ഇതും കുറച്ച് ചൂടാൻ വന്നിട്ട് കഴിക്കും. ഭയങ്കര ടേസ്റ്റാ ഇഷ്ടമാണെങ്കിൽ. നമുക്ക് പക്ഷെ അങ്ങനെ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ലല്ലോ. ഇവിടെ നമ്മുടെ ദേശീയ ഭക്ഷണം ദോശ, പുട്ട്, ഇഡ്ഡലി, കഞ്ഞി അല്ലേ, കഞ്ഞിയും ചമ്മന്തി അച്ചാറും അല്ലേ. എൻ്റെ വീട്ടിൽ ദേശീയ ഭക്ഷണം എന്താണെന്നറിയോ ഇവിടുത്തെ? എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് കഞ്ഞി, അച്ചാറിന് കണ്ണിമാങ്ങേൻ്റെ അച്ചാർ, തൈര്, അതിൽ ഉപ്പ്, ചമ്മന്തി വലിയ കാര്യമായിട്ട് വേണമെന്നില്ല. ഇതൊക്കെ കൂടി ഇട്ടിട്ട് അവർക്ക് അത് കൊടുത്താൽ അവർ ഭയങ്കര ഹാപ്പി. അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ കഞ്ഞിയും മറ്റേ കാന്താരിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കുറച്ച് ചെറുനാരങ്ങയും പിഴിഞ്ഞ് വെളിച്ചെണ്ണയും ചാലിച്ചാൽ. നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് ഫുഡാ അല്ലേ, നാടൻ ഭക്ഷണം അല്ലേ. നിങ്ങൾ തേനെടുക്കുമോ? ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ തേനീച്ച ഓടിച്ചിട്ടുണ്ട്. ആണോ? കേറ്റല്ലേ, കേറ്റം സ്കൂളിൽ കേറ്റം. ആ കേറ്റത്തിന്റെ തേനെടുത്തു. ഈ ചോട്ടിച്ചത് ആണോ? എടുക്കോ? അറിയോ എടുക്കാൻ? അറിയാലേ, കാരണം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളല്ലേ ഇവിടെ ഇല്ല. പുറ്റുതേനൊക്കെ എടുക്കില്ലേ? പുറ്റുതേനോ അങ്ങനെ എന്തൊക്കെ കിട്ടി? എനിക്കും തരണേ, എനിക്കും തരണേ കിട്ടുവാണെങ്കിൽ. അതെന്തൊക്കെയോ ഭയങ്കര ഇതിലെടുക്കണം അല്ലേ. ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ബിന്ദു എടുക്കുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ഒരു പുറ്റുതേന, അവിടെ എനിക്ക് എടുത്തു തന്നായിരുന്നു. നായക്കന്മാരായിരിക്കും. നായിക്കന്മാർ. അതന്നെ അവർ കർണാടകയിൽ അവരുടെ എന്നുവെച്ചാൽ അവർ കന്നഡയാണ് സംസാരിക്കുന്നത്. നമ്മളോട് മലയാളം പറയും, പക്ഷെ അവരുടെ ബന്ധുക്കാരെയൊക്കെ ഫോണിൽ വിളിക്കുമ്പോൾ കന്നഡയിൽ സംസാരിക്കുന്നേക്കാം. പാട്ടൊക്കെ പാടുകയുള്ളൂ നന്നായിട്ട്, പക്ഷെ കന്നഡയിലാണ് പാടുക. കന്നഡയോ? എന്നാ പിന്നെ അതായിരിക്കും, അന്ന് അങ്ങനെയായിരിക്കും. കാരണം എനിക്ക് കന്നഡ അറിയാം. എനിക്കറിയാവുന്ന പോലത്തെ കന്നഡ അവർ പറയുന്നത്. എനിക്ക് മനസ്സിലാവും അവള് കന്നഡയിൽ പറയുമ്പോൾ. അവളിങ്ങനെ ഫോണൊക്കെ വിളിക്കുമ്പോൾ അവരൊക്കെ കന്നഡയിൽ പറയുന്നേക്കാം. കന്നഡക്കാരത്തിയല്ല, മലയാളിയാണ്, പക്ഷെ അവരുടെ ഭാഷ അങ്ങനെയാണ് അവർ പറയുന്നത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് ആർക്കറിയാം. പോയില്ലേ, മോൻ്റെ എന്തൊക്കെയൊക്കെയോ കുറേ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. മോന് കല്യാണമുണ്ട്, കർണാടകയിലാണ് പെണ്ണ്, അങ്ങനെയൊക്കെ എല്ലാം ചെയ്യും കേട്ടോ. അന്ന് രാവിലെ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് തീർത്തു, ഇങ്ങനത്തെയൊക്കെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് വീട്ടു പണി മിറ്റടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. അവിടെ ഞാൻ ഫോണെടുത്ത് രാവിലെ പോയാൽ കുറേ പാത്രം ഉണ്ടാവും, അത് കഴുകും, മിറ്റടിക്കും. അവിടെ കുറേ പേരുണ്ടോ വീട്ടുകാർ? അമ്മയും അച്ഛനും രണ്ടും ഞങ്ങളെ പോലെ.
പക്ഷെ വീട് ഇതുപോലെ തന്നെ വലിയ വീടാണ്. വൃത്തിയാക്കാനാ പണി അല്ലേ? ഇതിപ്പോ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കൂല. അങ്ങനെ റെഡിയായില്ല ഞങ്ങളുടെ വീട്. ഇതിപ്പോ ഇങ്ങനെ പണി നടക്കുന്നോണ്ടേ. ചേച്ചി ഞാനിതവിടെ പോയി ആ ഇതാ കയറ്റത്തിലെടുത്ത് നമ്മളെ സ്കൂൾ കയറ്റല്ലേ അവിടെ വീട്ട് പുതിയ വീടാണ്. പക്ഷെ അതിന് മണം പിടിപ്പിച്ചിട്ടാത്തവണ എന്താ വേസ്റ്റിന്റെ മണം. ചോറും കറിയൊക്കെ വേസ്റ്റ് ഇല്ലേ, അത് അടുക്കള തന്നെ വെക്കും. വയസ്സായതാ? അത്ര വയസ്സൊന്നല്ല, അടക്കും വേസ്റ്റിയൊക്കെ കൊണ്ട് കളയും. എന്നെ പണിക്ക് വിളിച്ച് ഞാൻ 2 ദിവസം ബാക്ക് ടു പവലിയൻ. ഞാൻ കിച്ചണിലെത്തി. ഇനി ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തന്നിക്കതാ. ചപ്പാത്തി റെഡി. പിന്നെ എൻ്റെ കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ പയറുപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഉച്ചത്തേക്ക് എന്തെങ്കിലും മീൻകറി എന്തെങ്കിലും ഉണ്ടാക്കണം. ഇത്രയും സാധനം മതിയല്ലോ നമുക്ക്. അപ്പം ഇന്നത്തെ കുഞ്ഞു വ്ളോഗാണ്. എനിക്ക് ആക്ച്വലി ഇന്ന് വ്ളോഗ് ചെയ്യാൻ എന്നും ഇല്ല, ടോപ്പിക്കില്ല. സോ ഞാൻ വിചാരിച്ചു എന്നാലും എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമല്ലോ എന്ന്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ തോട്ടത്തിൽ പോയൊരു ഇതും കൂടെ ഡ്യുവൽ ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലവ് യു ഓൾ. ബൈ. എന്താ ഓഫ് ആവാത്തെ?